ഗുരു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആത്മോപദേശ ശതകത്തിൽ തന്നെ തുടങ്ങുന്നത് ഈ പൊസിഷനിലാണ്. പല മതസാരവും ഏകം എന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിടേണം. ഇത് ചെറിയൊരു കാര്യമല്ല, മതത്തിൻ്റെ ഓണ്ടോളജിക്കൽ റീഇമാജിനേഷനാണ്. ഭവപരമായി തന്നെ മതത്തെ പുനർവിഭാവനം ചെയ്ത് ചരിത്രത്തിൽ നിലനിന്ന മതം, സ്ഥാപനപരമായ മതം, ദൈവശാസ്ത്രപരമായ മതം, ഇതിനും അപ്പുറത്തേക്ക് മതത്തിനൊരു പക്ഷേ ആധുനികമായി നൽകാവുന്ന ഏറ്റവും വിശാലമായ ഒരടിസ്ഥാനം നൽകിക്കൊണ്ടാണ് ഗുരു അതിനെ നൈതികമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നത്. ഒരു പക്ഷേ കേരളത്തിനും കൈവന്ന ഗുരുവിൽ നിന്ന് ലഭിച്ച ഏറ്റവും ആധുനികമെന്ന് വിളിക്കാവുന്ന ഒരു ഊന്നൽ മതത്തെ സംബന്ധിക്കുന്ന ഈ പുനർവിഭാവനമാണ് എന്ന് പറയാം. രണ്ടാമത്തെ ഒരു കാര്യം ജാതിക്കെതിരായിട്ടുള്ള ഗുരുവിൻ്റെ നിശിതമായ നിലപാടാണ്. ജാതിയെ കേവലമായി വിമർശിച്ചു എന്നുള്ളതല്ല. ഇപ്പോൾ കേരളത്തിൽ ജാതി വിമർശനത്തിൻ്റെ സുദീർഘ ചരിത്രമുണ്ട്. ചാന്നാർ ലഹള മുതൽ ജാതി വിരുദ്ധതയുടെ പല വഴികൾ നമുക്കുണ്ട്. സാധുജന പരിപാലന സംഘമുണ്ട്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുണ്ട്, അല്ലെങ്കിൽ വേലുക്കുട്ടിയാരേനെയും കുറുമ്പൻ ദൈവത്താനെയും അയ്യപ്പ മാഷയെയും പോലെ ധാരാളം പേർ നമുക്ക് ജാതി വിരുദ്ധമായ മാനവികതയുടെ വക്താക്കളായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഗുരുവിൻ്റെ ജാതി വിമർശനത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ജാതി എന്ന സങ്കല്പത്തെ ഒരുപക്ഷെ അന്ന് നിലനിന്ന എല്ലാ അടിസ്ഥാന യുക്തികളിൽ നിന്നും മാറ്റിയിട്ട് ജാതിയെ ശാരീരികവും ഭൗതികവുമായ ഒരു തത്വത്തിലേക്ക് കൊണ്ടുവന്നു. പുണർന്നു പെറുന്നതെല്ലാം ഒരിനമാം എന്ന്. അത് രണ്ട് നിലയിലാണ്. ഒരുപക്ഷെ ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗാന്ധി വർണ്ണധർമ്മത്തിന് അനുകൂലമാണ് എന്ന് ശിഷ്യന്മാർ പറയുന്ന സമയത്ത് ഗുരു പറയുന്നൊരു കാര്യം, അത് അധിഷ്ഠിതമാണ് വർണ്ണം എന്ന തത്വത്തെ മുൻനിർത്തി ആയിരിക്കാം ഗാന്ധി അതിനെ പിന്തുണയ്ക്കുന്നത്. പക്ഷേ ഗുണകർമ്മങ്ങൾക്ക് സ്ഥായിത്വമില്ലല്ലോ. ഗാന്ധി ഗുരു ഉന്നയിക്കുന്നൊരു ചോദ്യമാണ്. ഗുണകർമ്മങ്ങൾക്ക് സ്ഥായിത്വമൊന്നുമില്ല. ബ്രാഹ്മണൻ്റേതെന്ന് വിളിക്കപ്പെട്ട പ്രവൃത്തിയിൽ മാത്രം ഏർപ്പെട്ട ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. ക്ഷത്രിയ വൃത്തിയിൽ മാത്രം ഏർപ്പെട്ട ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് തന്നെ നാനാതരം ഗുണകർമ്മങ്ങൾ കൂടിക്കലർന്നതാണ്. അതുകൊണ്ട് ഗുണകർമ്മങ്ങളുടെ സ്ഥായിത്വത്തിൻ്റെ അഭാവം വർണ്ണത്തെ അസാധ്യമാക്കുന്നു എന്ന് വർണ്ണത്തെ തത്വചിന്താപരമായി നിഷേധിച്ച ഒരാളാണ് ഗുരു എന്ന് നമുക്ക് ഗുരുവിൽ കാണാൻ പറ്റും. ഇതുപോലെ ജാതിയെ ജാതിശ്രേണിയുടെ പല തട്ടുകൾ എന്ന നിലയിലൊന്നുമല്ല, ഏറ്റവും ആധുനികമായ അർത്ഥത്തിൽ ഗുരുവിൻ്റെ ചിന്തയിൽ നോക്കിയാൽ നമ്മൾ കാണുന്നത് ആത്മാവിനെക്കുറിച്ചും മതത്തെക്കുറിച്ചുമൊക്കെ പറയുന്ന സമയത്ത് ഗുരു എന്താ പറയുക, അത് അമൂർത്തമായ പദാവലികളിൽ സങ്കല്പന രൂപത്തിലാണ് പറയുന്നതെങ്കിൽ ജാതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഗുരു അമൂർത്തമായ ഒരു പദാവലി ഉപയോഗിക്കുന്നില്ല. വളരെ മൂർത്തമായ ശരീരത്തിലേക്ക് ഗുരു മടങ്ങുന്നു. പുണർന്നു പെറുന്നതെല്ലാം ഒരിനമാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നതിന് ശേഷം പറയുന്നത് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്നാണ്. ഇങ്ങനെ ശരീരം എന്ന അടിസ്ഥാന ഘടകത്തിൽ നിന്ന് ജാതിയെക്കുറിച്ചുള്ള തൻ്റെ ആശയത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ജാതി നിരാകരണത്തിന് ചരിത്രപരമായ വലിയ അതിൽ നിന്ന് സാഹോദര്യമെന്ന മൂല്യത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടാണ് ഗുരു തൻ്റെ ആശയത്തെ അവതരിപ്പിച്ചത്.